എങ്ങനെയുണ്ട് കേക്ക്? സൂപ്പർ. അടിപൊളിയായിരുന്നു. ഇന്ന് നമ്മളെ ചാനലില് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ലോങ് വീഡിയോ ആണത്. അപ്പം നമ്മളിന്ന് വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരു ടീ ബൺ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. പക്ഷെ അത് എങ്ങനെ ഉണ്ടാക്കാന്നൊന്നും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എനിക്കറിയില്ല. എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇന്ന് നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ബണ്ണാണ്, പിന്നെ കോഴിമുട്ട, മിൽക്ക് മെയ്ഡ്, പിന്നെ ഒരു ഫ്ലേവറിന് വാനില എസൻസും കൂടി ആഡ് ചെയ്യാട്ടോ. ആദ്യം തന്നെ ബണ്ണ് ഇങ്ങനെ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ജാറിലിട്ട് നന്നായി ക്രഷ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ പൊടിച്ചെടുത്ത ബണ്ണിലേക്ക് കോഴിമുട്ട ആഡ് ചെയ്യാം. ഒരു 4 ബണ്ണിലേക്ക് 4 കോഴിമുട്ട കണക്ക് വെച്ചിട്ട് എടുത്താൽ മതി. അതിലോട്ട് തന്നെ കുറച്ച് പാല് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മൈദയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഓവർ ജ്യൂസി ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഒരു ബണ്ണും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് കട്ടി കൂട്ടി എടുക്കാവുന്നതാണ്. ഏകദേശം ഈ ഒരു ടെക്സ്ചർ ആയി കഴിഞ്ഞാൽ വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് വാനില എസൻസ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. വാനില എസൻസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഒന്ന് പതപ്പിച്ചെടുക്കാൻ വേണ്ടി ഒന്ന് ബീറ്റർ ചെയ്യാവുന്നതാണ്. ഇനി അതിലേക്ക് അടുത്ത ലെയർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഷുഗർ സിറം ഉണ്ടാക്കാം. അതിനുശേഷം ഈ ഷുഗർ സിറം ഒരു ബൗളിലേക്കോ നമ്മൾ ഏത് പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് കുക്ക് ചെയ്യാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് ആദ്യം ഈ ഷുഗർ സിറം ബേസ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാം. ഷുഗർ സിറം ഇതുപോലെ റൗണ്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് സെറ്റ് ആക്കി വെച്ച ബണ്ണിന്റെ ഈ മിശ്രിതം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വീട്ടിൽ ഓവണൊക്കെ ഉള്ളവരാണെങ്കിൽ നേരെ അതിലോട്ട് മാറ്റിയാൽ മതി. നമ്മളെപ്പോലെ ഓവൺ ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ സ്റ്റൗവിന്റെ മുകളിൽ ഒരു ഓവൺ ഉണ്ടാക്കിയിട്ട് വേണം ഈ പരിപാടിയൊക്കെ ചെയ്യാൻ. അടിയിൽ പഞ്ചസാരത്തിന്റെ സിറ ആയതുകൊണ്ട് തന്നെ കരിഞ്ഞു പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അടിയിൽ ഇങ്ങനെ ഒരു സ്റ്റീൽ പാത്രം വെച്ച് കൊടുത്തിട്ട് വെക്കുന്നതായിരിക്കും ബെറ്റർ. നമ്മുടെ കേക്ക് ഇവിടെ ഓൾമോസ്റ്റ് സെറ്റ് ആയി വരുന്നുണ്ട്. ഇനി അതിന്റെ സെന്റർ ഭാഗം കൂടി ഒന്ന് സെറ്റ് ആയാൽ മതി. കേക്ക് അവിടെ കിടന്ന് സെറ്റ് ആവുന്നതിന്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ഇവിടെ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാം. അപ്പോൾ നമ്മളെ കൃത്രിമ ഓവണിൽ ഉണ്ടാക്കിയ നമ്മളെ കേക്ക് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഭാഗം കൂടി ഒന്ന് വേവാനുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ കേക്ക് യാതൊരു തര കേടുപാടുകളും കൂടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേക്ക് മാത്രമല്ല നമ്മൾ തയ്യാറാക്കാൻ വെച്ച പാത്രത്തിനും യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ ആദ്യം കേക്ക് കട്ട് ചെയ്ത് കഴിക്കാം. ഞാൻ കഴിച്ച ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ കഴിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ നമ്മുടെ കേക്കിന്റെ റിവ്യൂ ആണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഓൺ വോയിസ് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.